ടി.പി. വധക്കേസിൽ ഹൈക്കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തിയ CPM നേതാക്കൾ കീഴടങ്ങി. 10-ാം പ്രതി KK കൃഷ്ണൻ, 12-ാം പ്രതി ജ്യോതി ബാബു എന്നിവരാണ് മാറാട് പ്രത്യേക കോടതിയിൽ കീഴടങ്ങിയത്. ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബെനീഷ് അടക്കം മുതിർന്ന CPM നേതാക്കൾക്കൊപ്പമാണ് ഇവർ കോടതിയിലെത്തിയത്. TP ചന്ദ്രശേഖരൻ വധക്കേസിൽ വിചാരണ കോടതി വെറുതെ വിട്ട നടപടി ഹൈക്കോടതി റദ്ദാക്കിയതോടെയാണ് കേസിലെ 10-ാം പ്രതി KK കൃഷ്ണനും 12-ാം പ്രതി ജ്യോതി ബാബുവും മാറാട് പ്രത്യേക അഡീഷണൽ സെഷൻസ് കോടതിയിൽ ഹാജരായത്. 2 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തിയ ഹൈക്കോടതി വിധി CPIM-നെ പ്രതിരോധത്തിലാക്കിയെന്ന ചർച്ചകൾക്കിടെ CPIM ഒഞ്ചിയം ഏരിയ സെക്രട്ടറി TP ബിനീഷ്, CPIM പാനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ എന്നിവരും പ്രതികൾക്കൊപ്പം കോടതിയിലെത്തി. കേസിൽ ശിക്ഷിക്കപ്പെട്ട PK കുഞ്ഞനന്ദന്റെ മകൾ ഷെബ്നയും ഇവർക്കൊപ്പമുണ്ടായിരുന്നു. കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ പിന്നീട് ബീച്ച് ജനറൽ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് ഹാജരാക്കി. ജ്യോതി ബാബുവിനെ തുടർ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഇരുവർക്കും ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതായി പ്രതിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് K വിശ്വൻ വ്യക്തമാക്കി. ജ്യോതി ബാബു കിഡ്നി ഫെയിലിയറുമായി ബന്ധപ്പെട്ട് കുറേ ദീർഘവർഷമായി ട്രീറ്റ്മെൻറ്റിലാണ്. അദ്ദേഹം ഇപ്പോഴും ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്ത് വരികയാണ്. അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥയെ കാണിക്കുന്ന ഒട്ടനവധി രേഖകളും അതുപോലെ സർട്ടിഫിക്കറ്റുകളും മെഡിക്കൽ റെക്കോർഡ്സിൽ ഹാജരാക്കിയിട്ടുണ്ട്. അത് പരിഗണിച്ച് കോടതി ഇതേപോലെ KK കൃഷ്ണൻ്റെ കാര്യത്തിൽ ഉത്തരവാക്കിയതുപോലെ തന്നെ മെഡിക്കൽ ചികിത്സയ്ക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയുള്ള ഉത്തരവാക്കിയിട്ടുണ്ട്. വൃക്കരോഗിയായ ജ്യോതി ബാബു തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവേ ആംബുലൻസിലാണ് കോടതിയിൽ ഹാജരാകാനെത്തിയത്. 2 പ്രതികളും ഈ മാസം 26-ന് കോടതിയിൽ ഹാജരാകും. 26-നായിരിക്കും ഹൈക്കോടതി ശിക്ഷ പ്രഖ്യാപിക്കുക. റിപ്പോർട്ടർ, കോഴിക്കോട്.